എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യൽ സയൻസ് SCRT സീരീസിൽ 6th പാർട്ട് 1ൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ 5th പാർട്ട് 1, പാർട്ട് 2 തുടങ്ങിയവ എടുത്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ സയൻസ്. അതും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ആ ക്ലാസ്സസ് ഒക്കെയും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു 7th ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടതായിട്ട് ഉള്ളതെന്ന് നോക്കാം. ഭൂഖണ്ഡങ്ങളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അഭിലാഷ് ടോമിയുടെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ള യാത്രാ വിവരണത്തിൻ്റെ ചില ഭാഗങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്കെടുക്കാം. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാതേയി എന്നൊരു പേര്. എന്താണ് മാതേയി എന്ന് പറയുന്നത്? ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. മാത്രമല്ല താഴേക്ക് വരുമ്പോൾ ഇവിടെയും മാതേയിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് മാതേയി എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു പായ്ക്കപ്പൽ കൂടിയാണ് എന്നുള്ളത്. ഇനി ഈ ഒരു ഫാക്റ്റ് എന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അഭിലാഷ് ടോമി എന്നുള്ളത്. റീസെൻ്റ്ലി അദ്ദേഹത്തിന് കേരള അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിന് കേരളശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ശേഷം നമുക്കിനിയും ഓരോ വൻകരകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഓരോന്നും മാർക്ക് ചെയ്യാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിലും മെൻഷൻ ചെയ്യാം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ, യൂറോപ്പ്. ഇത് നിങ്ങൾക്കറിയുന്നതാണ്. മാപ്പ് പരിചയമാകാനും വേണ്ടി ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് ഏഷ്യയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾക്കൊള്ളുന്നതും ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഞാൻ പറഞ്ഞത് ഏഷ്യ എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ചാണ്. നമുക്ക് പസഫിക് ഓഷ്യൻ പഠിക്കുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. അതായത് എന്താണ്? ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ 1/3 ഭാഗവും, എർത്തിൻ്റെ സർഫസിലെ 1/3 ഭാഗവും പസഫിക് ഓഷ്യൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. അത് PSCയുടെ ഒരു PYQമായിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അവർ 1/6 പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റിൽ തരികയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് തെറ്റായിരുന്നു, 1/3 അപ്പോൾ ആ 1/3 ഈ 1/3 തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നുകൂടി വിശദമായിട്ട് മാപ്പൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെ പസഫിക് ഓഷ്യൻ ഉണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, പിന്നീട് ആർട്ടിക് സമുദ്രമുണ്ട്, പിന്നെ സതേൺ ഓഷ്യൻ ഉണ്ട്. അപ്പം ഇതിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഷേപ്പ് ഏതാണ്? S ആണ്. പിന്നീട് ഞാൻ വ്യക്തമായിട്ട് വരയ്ക്കാമേ. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഷേപ്പ് ഏതാണ് വരുന്നത്? S ആണ്. പസഫിക് ട്രയാങ്കുലർ ഷേപ്പ് എന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മൾ കഷ്ടിച്ചിങ്ങനെ ചേർത്ത് വരച്ചാൽ അങ്ങനെ നമുക്ക് പറയാം. പിന്നീട് ഇന്ത്യൻ ഓഷ്യൻ ആണെന്നുണ്ടെങ്കിൽ M ഷേപ്പിലാണ്. ഓക്കെ, അത് നമ്മൾ ഓഷ്യൻസ് പഠിക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് പറയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏഷ്യയെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഏഷ്യയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ ഏത് പർവ്വതനിരയാണ്? യൂറൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത്. നമുക്ക് ആ മാപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് യൂറൽ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഏഷ്യയാണ്, ഇവിടെ യൂറോപ്പാണ്. അപ്പം യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് മൗണ്ടെയിൻ ഏതാണ്? യുറാൽ മൗണ്ടെയിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ പർവ്വതത്തിലാണ്. ഹിമാലയ പർവ്വതം ഏഷ്യയിലാണ്, നമുക്കറിയുന്നതാണ്. എവറസ്റ്റിനെ പല പേരിൽ അറിയപ്പെടും. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ചൈന ബോർഡറിലാണെന്നുള്ളത് നമുക്കറിയാം. നേപ്പാളിൽ അത് അറിയപ്പെടുന്നത് സാഗർമാത എന്നുള്ള പേരിലാണ്. ചൈനയിൽ അതറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ചൊമലുങ്മ എന്നുള്ളതാണ്. ഞാൻ എഴുതി കാണിക്കാം. ചൊമലുങ്മ എന്നുള്ള പേരിലാണ് ചൈനയിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. പിന്നീട് എവറസ്റ്റ് ആദ്യം കീഴടക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്മണ്ട് ഹിലാരിയും അതുപോലെ തന്നെ ടെൻസിങ് നോർഗയും ആണെന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റിൻ്റെ പൊസിഷൻ കൂടി ഒന്ന് ഓർത്തിരുന്നേക്കുക. ചൈന നേപ്പാൾ ബോർഡറിലാണ് മൗണ്ട് എവറസ്റ്റ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ഏഷ്യയിലെ
മറ്റു പർവ്വതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യയിലെ മറ്റു പർവ്വതങ്ങൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ മൗണ്ട് K2 വരുന്നുണ്ട്, കാഞ്ചൻജംഗ വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. അപ്പോൾ പക്ഷെ നമ്മളിപ്പം അതിൻ്റെ ഏറ്റവും ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോളായിട്ട് വരുന്നത് മൗണ്ട് K2 ആണ്. മൗണ്ട് K2വിനെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ട് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ മൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ വരുന്നത് കൊണ്ടാണ്. അതായത് പാകിസ്ഥാൻ്റെ ഡിഫാക്ടോ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് കൊണ്ടാണ്. പക്ഷേ കാഞ്ചൻജംഗ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്ത്യയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാഞ്ചൻജംഗയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. വേൾഡിലെ 3ാമത്തെ വലിയ മൗണ്ടെയിൻ പോയിൻറ്റുമാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. ഞാൻ ലൊക്കേഷൻ കാണിക്കാം. ഇവിടെയാണ് കാഞ്ചൻജംഗ വരുന്നത്, സിക്കിമിലാണ് വരുന്നത്. ഓക്കെ, സിക്കിം. കാഞ്ചൻജംഗയുടെ പൊസിഷൻ ഒന്ന് ഓർത്തിരിക്കുക, സിക്കിമാണ്. ഇനി നമുക്ക് പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയുണ്ട്. അതുപോലെ തന്നെ ധാരാളം നദികളും ഏഷ്യയിൽ കൂടി ഒഴുകുന്നു. യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ് യാങ്സി? പേര് കേൾക്കുമ്പോഴേ അറിയാം ചൈനയിലാണ് ഇത് വരുന്നതെന്ന്. ഈ യാങ്സി എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ ആണെന്നുണ്ടെങ്കിലും 3rd ലോങ്ങസ്റ്റ് ആണ് വേൾഡിൽ വരുന്ന സമയത്ത്. ഓക്കെ, യാങ്സി വേൾഡിൽ വരുമ്പോൾ 3rd ലോങ്ങസ്റ്റ് ആണ്, ഏഷ്യയിലെ ലോങ്ങസ്റ്റും ആണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഇനി നമുക്ക് മരുഭൂമികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമികളെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണമേഖലാ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവ ശീത മരുഭൂമികളെന്നും അറിയപ്പെടുന്നു. അതായത് കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ കോൾഡ് ഡെസേർട്ടിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കോൾഡ് ഡെസേർട്ട് ഉള്ള നമ്മുടെ 2 ഏരിയകളാണ് ലഡാക്കും സ്പിതി വാലിയും. സ്പിതി വാലിയിലുള്ള കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ സ്പിതി വാലിയാണ് നമ്മുടെ ഇന്ത്യസ് ഫസ്റ്റ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഏതാണ്? സ്പിതി വാലി, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് സ്പിതി വാലിയാണ്. ഇനി ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അത് ശരിയാണോ അല്ലയോ എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കണേ. അതായത് മരുഭൂമിയിൽ ഹോട്ട് ഡെസേർട്ടിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം, അത് ശരിയാണ്. അത് ഇപ്പം സഹാറ ഡെസേർട്ട്സിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്, വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യമാണ് അവിടെ സ്നോഫോൾ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് കൂടി ആയതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനിയും സമതലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. അതിന് നമുക്ക് എക്സാമ്പിളാണ് ഇന്ത്യയിൽ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. മാപ്പിലോട്ട് പോകാം. ഇത്രയും ഭാഗം ചേരുന്നതാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് ഹിമാലയൻ റിവേഴ്സിൻ്റെ സെഡിമെൻസ് ഒക്കെ വീണാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസ്. ടെക്ടോണിക് ആക്ടിവിറ്റി വേറെ ഉണ്ട്, അതല്ലാതെ ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന സെഡിമെൻറ്റ്സ് അടിഞ്ഞടിഞ്ഞാണ് നോർത്തേൺ പ്ലെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന സമുദ്രങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഫെർട്ടൈൽ ആയിരിക്കും അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമായിരിക്കും. ഇനി പീഠഭൂമികൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഡെക്കാൻ പീഠഭൂമി ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ അതാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസേർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കോൾഡ് ഡെസേർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ട് ഡെസേർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. കോൾഡ് ഡെസേർട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ലഡാക്കും അതുപോലെ തന്നെ സ്പിതി വാലി പറഞ്ഞു. സ്പിതി വാലിയാണ് ഇന്ത്യസ് ഫസ്റ്റ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ നമുക്കും അതൊന്ന് ചെയ്തു പോകാം. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച് ആണ്. മഞ്ചൂരിയൻ പ്ലെയിൻ ആണ്. അത് ചൈനയിലാണ് വരുന്നത്. താർ ഡെസേർട്ടാണ്. യാങ്സി താഴ്വരയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ്. ലഡാക്ക്, ഇവിടെ ലഡാക്ക് എക്സാമ്പിളായിട്ട് ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറയുകയും ചെയ്തു. സ്പിതി വാലി അഡീഷണലായിട്ട് ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾഡ് ഡെസേർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക്
കാലാവസ്ഥയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്കു ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കു ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈബീരിയ എന്ന് പറയുന്നത് അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം. അതുപോലെ തന്നെ മൗസിൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മൗസിൻഡ്രം വരുന്നത് മേഘാലയയിലാണ്. മേഘാലയയിലെ ഈസ്റ്റേൺ ഖാസി ഹിൽ റേഞ്ചിലാണ് മൗസിൻഡ്രം വരുന്നത്. ഇനി അറേബ്യൻ മരുഭൂമി വരുന്നുണ്ട്. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇനിയും ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങിലോട്ട് പോകണം. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് പരിചയപ്പെട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്കൊന്ന് അഡീഷണലായിട്ട് ചേർക്കണം. കാരണം ന്യൂസസിലൊക്കെ വരുന്നതാണല്ലോ, അതുകൊണ്ടാണ്. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് റെഫ്ലേഷ്യയെക്കുറിച്ചാണ്. റെഫ്ലേഷ്യയെക്കുറിച്ച് അറിയാം. ലാർജസ്റ്റ് സിംഗിൾ ഫ്ലവർ ഇൻ ദ വേൾഡ് ആണ്. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 7 കിലോഗ്രാം ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. 7 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്ന. കോപ്സ് ഫ്ലവർ എന്നും അറിയപ്പെടുന്നുണ്ട്. കോപ്സി ഫ്ലവർ എന്നറിയപ്പെടുന്ന അതിൻ്റെ ആ ബാഡ് സ്മെല്ല് ഉള്ളതുകൊണ്ടാണ്. പിന്നീട് വാർത്തയിൽ വരാറുള്ള നീലക്കുറിഞ്ഞിയുടെ കാര്യം നമുക്കറിയാം. 12 വർഷത്തിലൊരിക്കൽ ബ്ലൂം ചെയ്യുന്നു. 3 മീറ്ററോളമാണ് ഹൈറ്റ് നീലക്കുറിഞ്ഞിയുടെ പോകാറുള്ളത്. പിന്നെ കരിങ്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട്. അത് എല്ലാ വർഷവും പൂക്കുന്ന ഒന്നാണ് കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത്. നീലഗിരി ഹില്ലിൽ പൂക്കാറുള്ളത് കൊണ്ടാണ് ഈ ഒരു ബ്ലൂ ഫ്ലവർ എന്നുള്ള അർത്ഥത്തിൽ നീലക്കുറിഞ്ഞി എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇനി തമിഴ്നാട്ടിലെ പാലിയൻ ട്രൈബ്സ് എന്ന് പറയുന്നത് അവരുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നതുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് അവരവരുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഏത് ട്രൈബാണ്? പാലിയൻ ട്രൈബാണ് കേട്ടോ. ഇനിയും ഇതിൻ്റെ സ്റ്റാറ്റസ് വരുന്നത് IUCN വൾണറബിൾ ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ സ്നോ ലെപ്പേഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ലഡാക്ക്, ഹിമാചൽ പ്രദേശ് റേഞ്ചിലാണ് കാണപ്പെടുന്നത്. കാശ്മീരിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിമാലയൻ ട്രാൻസ് ഹിമാലയൻ റീജിയനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500-700ഓളം കൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവരുടെ എണ്ണം എടുത്തപ്പോൾ അത്രത്തോളം നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. വൾണറബിൾ ആണ് സ്റ്റാറ്റസ് വരുന്നത്. ഇനിയും റെഡ് പാണ്ടയെക്കുറിച്ചും കൂടി ഒന്ന് പറയാം. റെഡ് പാണ്ടയുടെ മറ്റൊരു പേരാണ് ലെസർ പാണ്ട എന്നറിയപ്പെടുന്നത്. റെഡ് പാണ്ടയാണ്. അതുപോലെ തന്നെ എൻഡാഞ്ചേർഡ് ആണ്. IUCN സ്റ്റാറ്റസ് വരുന്നത് എൻഡാഞ്ചേർഡ് ആണ്. ഓക്കെ, അപ്പോൾ നീലക്കുറിഞ്ഞിയും ഹിമപ്പുലിയും നമ്മൾ പറഞ്ഞു വൾണറബിൾ ആണ്. റെഡ് പാണ്ട വരുന്നത് എൻഡാഞ്ചേർഡ് ആണ്. ഓക്കെ, മറ്റേത് രണ്ടും വൾണറബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് ഏഷ്യയുടെ ബാക്കി ഫാക്റ്റുകൾ പറയുന്നുണ്ട്. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് ഓർത്തോണേ? 60% ഏഷ്യയിലാണ് ഉള്ളത്. എത്രയാണ്? 60% എവിടെയാണുള്ളത്? ഏഷ്യയിലാണ് ഉള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങൾ, ഭാഷ, മതം എന്നിവയുടെ സംഗമ ഭൂമിയാണ് ഇത്. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞത് വരെയുള്ള ഗ്രാമങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിൽ മറന്നു പോകരുത് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 60%. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറക്കാതിരിക്കാം. ഇനി നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുകയാണ്. ആഫ്രിക്കയുടെ ഒരു പ്രത്യേകതയാണ് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതിത്രയും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. നമുക്ക് അതിൻ്റെ മാപ്പ് ഒന്ന് നോക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നു, ഇന്ത്യയിൽ കൂടെ പോകുന്നുണ്ട്, ആഫ്രിക്കയിൽ കൂടെ പോകുന്നുണ്ട്, സെൻട്രൽ അമേരിക്കയും കൂടെ പാസ് ചെയ്താണ് പോകുന്നത്. ഞാൻ ഇന്ത്യയിൽ കൂടെ പോകുന്നതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്. ഇക്വേറ്റർ ആഫ്രിക്കയിൽ കൂടെ പോകുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആഫ്രിക്കയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇക്വേറ്ററും
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും കടന്നു പോകുന്ന ഒരേ ഒരു ഭൂഖണ്ഡമാണ് എന്തെന്ന് പറയുന്നത് ആഫ്രിക്ക എന്നത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമുക്കൊരു അഡീഷണൽ പോയിന്റ് കൂടി നോക്കാനുണ്ട്. ഞാൻ ഇക്വേറ്റർ പഠിപ്പിച്ച സമയത്ത് ഇക്വേറ്ററിൻ്റെ പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്യുന്ന റിവറാണ് കോങ്കോ റിവർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പറഞ്ഞ സമയത്ത് ഏതാണ് പറഞ്ഞത്? മാഹി റിവറാണ് 2 തവണ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിംപോപ്പോ റിവർ ഇവിടെയുണ്ട്. ഈ ലിംപോപ്പോ റിവറാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ 2 തവണ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്യുന്ന കോങ്കോ റിവറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ 2 തവണ കട്ട് ചെയ്യുന്ന ലിംപോപ്പോ റിവറും എവിടെയുള്ളതാണ്? ആഫ്രിക്കയിലുള്ളതാണ്. മറ്റേ മാഹി റിവർ ഇന്ത്യയിൽ ഉള്ളതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സിലോട്ട് പോകാം. ഇനി വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിന് ഉള്ളത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഇനി ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. അതായത് നമ്മൾ മുൻപൊരു ചാപ്റ്റർ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലുമായിട്ട് വരുന്ന കോണ്ടിനെൻ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അന്നും നമ്മൾ ആഫ്രിക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമാഞ്ചാരോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മാപ്പിൽ നോക്കിയിട്ട് വരാമേ. ഇവിടെ നിങ്ങൾക്ക് കിളിമാഞ്ചാരോയുടെ ലൊക്കേഷൻ കാണാം. എവിടെയാണ്? ടാൻസാനിയാണ്. ടാൻസാനിയ എന്ന് പറയുമ്പോൾ നോർത്തേൺ പാർട്ട് ഓഫ് ടാൻസാനിയയിലാണ് കിളിമാഞ്ചാരോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിളിമാഞ്ചാരോ റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നതാണ്, അതായത് ഒക്ടോബറിലെ ന്യൂസിലുണ്ടായിരുന്നതാണ്. എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിളിമാഞ്ചാരോ മൗണ്ടൻ സ്ലോപ്പിൻ്റെ ലോവർ പോർഷനിലുള്ള പ്ലാന്റ് സ്പീഷീസിൻ്റെ 75% നാച്ചുറൽ പ്ലാന്റ് സ്പീഷീസിൻ്റെ 75% നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഇതിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ന്യൂസിൽ വന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് 1-2 പോയിൻറ്റ്സും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു കിളിമാഞ്ചാരോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഇവിടെ ഉണ്ട്. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആഫ്രിക്കയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്കാണ് എന്നുകൂടി ഓർത്തിരിക്കുക. നോർത്തേൺ ടാൻസാനിയയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇത്രയുമാണ് ബേസിക്കായിട്ട് നമുക്ക് കിളിമാഞ്ചാരോയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഇനി കുറച്ചും കൂടിയൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മെൻഷൻ ചെയ്ത് ചോദിക്കുക. ഇപ്പം KS-ൻ്റെ ഒക്കെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അങ്ങനെ കുറച്ചധികം ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സും കൂടി ഉള്ളതുകൊണ്ട് 75% ഓഫ് നാച്ചുറൽ പ്ലാന്റ് സ്പീഷീസ് ലോവർ സ്ലോപ്പിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡെപ്തിൽ പോകില്ലായിരിക്കാം, എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, കണ്ട സ്ഥിതിക്ക് അറിഞ്ഞിരിക്കുക. ഇനി നൈലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈലിനെ ഞാൻ മാപ്പിൽ കാണിക്കാം. ഇതാണ് നൈൽ റിവറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം നൈൽ റിവർ ഒഴുകുന്നത്. ഇവിടെ ഒരു ലേക്ക് വിക്ടോറിയ ഉണ്ട്. ലേക്ക് വിക്ടോറിയ വരുന്നത് ആഫ്രിക്കയിലാണ്. ഗ്രേറ്റ് വിക്ടോറിയ ഉണ്ട്, അത് ഡെസേർട്ടാണ്. അത് വരുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. വാസ് ദ ഫോളോയിലും കാണാം ലൊക്കേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാതിരിക്കാനാണ് എടുത്തു പറയുന്നത്. ലേക്ക് വരുന്നത് ലേക്ക് വിക്ടോറിയ ആണെങ്കിൽ ആഫ്രിക്കയാണ്. ഗ്രേറ്റ് വിക്ടോറിയ ആണെങ്കിൽ അത് ഡെസേർട്ടാണ്. അത് വരുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. ഇവിടെ സഹാറ ഡെസേർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ ഡെസേർട്ട് എന്നത്, അല്ലെങ്കിൽ സഹാറ എന്നത്. വിശാലമായ മണൽമേടുകളും പാറകളും നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. സഹാറ ഡെസേർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ട 1-2 അഡീഷണൽ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് സഹാറ ഡെസേർട്ടിൻ്റെ ഒരു സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അവിടുത്തെ കൂടുതൽ ഡെസേർട്ടിഫിക്കേഷൻ വരുന്നത് തടയാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ പറയാം. ഗ്രേറ്റ് ഗ്രീൻ വോൾ ഇനിഷ്യേറ്റീവ് എന്നാണത് പറയുന്നത്. ഗ്രേറ്റ് ഗ്രീൻ വോൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സഹാറ ഡെസേർട്ടിൻ്റെ സദേൺ പാർട്ടിലായിട്ട് വരുന്ന ഒരു റീജിയൻ ഉണ്ട്, ഒരു സെമി അരിഡ് റീജിയൻ ആണ്. അതറിയപ്പെടുന്നത് സഹേൽ റീജിയൻ എന്നാണ്. ഈ സഹേൽ റീജിയൻ എന്ന് പറയുന്നത് ഏത് കോണ്ടിനെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ആഫ്രിക്കയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സഹേൽ റീജിയൻ്റെ കാര്യം പറഞ്ഞത്. COP29 കാര്യമൊക്കെ വായിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബക്കൂവിൽ നടന്നിട്ടുണ്ടായിരുന്ന COP29 ആ സമയത്ത് സഹേൽ റീജിയനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കേൾക്കാത്തവരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഇനി ഞാൻ പറഞ്ഞു ഗ്രേറ്റ് ഗ്രീൻ വോൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സഹാറ ഡെസേർട്ടിൻ്റെ നാച്ചുറൽ അവിടെയുള്ള സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെസേർട്ടിഫിക്കേഷൻ തടയാനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്രേറ്റ് ഗ്രീൻ വോൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിന് സിമിലറായിട്ട് ഇന്ത്യക്ക് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതാണ് ആരവല്ലി ഗ്രീൻ വോൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, ആരവല്ലി ഗ്രീൻ വോൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ആരവല്ലി റീജിയണിൽ ലാൻഡ് ഡീഗ്രഡേഷനൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടും നഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് ആരവല്ലി ഗ്രീൻ വോൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉഷ്ണമേഖല മഴക്കാടുകളെ കുറിച്ചാണ് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകളെന്ന പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയേക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. അതങ്ങനെ തന്നെ ഓർത്തിരിക്കുക. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഇനിയും എങ്ങാനും ഇവർ വടക്കേ അമേരിക്കയിലെ ആമസോൺ എന്നെങ്ങാനും തരികയാണെന്ന് വിചാരിക്കും. നമുക്ക് നല്ല ധാരണയുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു എക്സാം ഹോളിലെങ്ങാനും ഇരുന്ന് തെറ്റിപ്പോകാതിരിക്കാൻ തെക്കേ അമേരിക്കയിലെ ആമസോൺ ഓർക്കുക. ഓക്കെ, ഇനിയും ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനിയും ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടാം. ബയോബാബ് വൃക്ഷം. അപ്പം ബയോബാബ് വൃക്ഷം എവിടെയുള്ളതാണ്? ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. പിന്നെ കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ. ഇവിടെ ഒരു ബോക്സിൽ സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻഗെറ്റി പറയുന്നുണ്ട്. സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്നുള്ളത് അതെന്താണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഇനിയും ആഫ്രിക്കയിലെ ജനജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈജിപ്തിൻ്റെ പിരമിഡ് നമുക്ക് ഓർത്തു വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സംസ്കാരം, ഭാഷ, ചരിത്രം എന്നിവയിൽ സമ്പന്നമായിട്ടുള്ള നാടാണ്. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഓക്കെ, ഇനി നമുക്ക് നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡമാണിത്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസനത്തിന് മുന്നിൽ അവരുടെ ഭൂമിശാസ്ത്രപരത വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പർവ്വതനിരകളാണ് റോക്കിയും അതുപോലെ തന്നെ അപ്പലേച്ചിയൻ പർവ്വതനിരയും. നമുക്കതൊന്ന് മാപ്പിൽ നോക്കാം. നിങ്ങൾക്കിവിടെ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് റോക്കി മൗണ്ടെയിൻ, അതുപോലെ തന്നെ ഇവിടെയാണ് അപ്പലാച്ചിൻ മൗണ്ടെയിൻ റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ ഗ്രേറ്റ് പ്ലെയിൻ ഉണ്ട്. ഗ്രേറ്റ് പ്ലെയിനും നോർത്ത് അമേരിക്കയിൽ വരുന്ന ഗ്രേറ്റ് പ്ലെയിൻസ് അതും ഓർത്തിരിക്കുക. റോക്കി അപ്പലാച്ചിനും വരുന്നത് നോർത്ത് അമേരിക്കയിലാണെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നീട് ഇവിടുത്തെ ഫലഭൂഷ്ടമായ സമതലങ്ങൾ അറിയപ്പെടുന്നതാണ് മഹാസമതലം. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, ഗ്രേറ്റ് പ്ലെയിൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രയറികൾ അതിവിശാലമായ പുൽമേടുകളാണ്. പിന്നീട് മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. അപ്പം മിസോറിയും മിസിസിപ്പിയും എവിടുത്തെ നദികളാണ്? വടക്കേ അമേരിക്കയിലെ നദികളാണ്. അതുപോലെ തന്നെ റോക്കി അപ്പലേച്ചിയൻ എവിടെ വരുന്നതാണ്? അതും വടക്കേ അമേരിക്കയിൽ വരുന്നതാണ്. ഇനിയും ഓർക്കണം,
പഞ്ചമഹാതടങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധ തടാകങ്ങളും ഇവിടെയാണ്. ഇത് ഓൾഡ് SCERTയിലും ഇനി മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളിലുമൊക്കെ 5 മഹാതടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ലേക്ക് മിഷിഗൺ, ലേക്ക് സുപ്പീരിയർ, ലേക്ക് ഹുറോൺ, ലേക്ക് എറി, ലേക്ക് ഒണ്ടാരിയോ. ഞാനിതൊരു കോഡ് ഉപയോഗിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ കോഡ് എന്താണെന്ന് പറയാം. നിങ്ങൾക്കത് വർക്കാകുന്നുണ്ടെങ്കിൽ ആ കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, അത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഹാരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അതിനെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഹാരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഹാരുൺ എരിയുള്ള സൂപ്പർ മിക്ചർ ഉണ്ടാക്കി. ഹാരുൺ എരിയുള്ള സൂപ്പർ മിക്ചർ ഉണ്ടാക്കിയെന്നാണ് ഞാൻ ഈ 5 മഹാതടങ്ങൾ പഠിക്കാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഹാരുൺ എന്നുള്ളത് ഹുറോൺ ആണെന്ന് ഓർത്തിരിക്കുക. എറി, അതാണ് ലേക്ക് എറിയാണ് എരിയുള്ള മിക്ചർ എന്ന് പറയുന്നത് മിഷിഗൺ. മിക്ചർ എന്തായിരുന്നു? സൂപ്പറായിരുന്നു. ലേക്ക് സുപ്പീരിയർ ആണ്. ഉണ്ടാക്കുമായിരുന്നു. ആരുണ്ടാക്കിയതാണ്? ഹാരുൺ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒണ്ടാരിയോ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വർക്കാകുമെന്ന് അറിയില്ല. അങ്ങനെ ഉപയോഗപ്പെടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ 5 മഹാതടങ്ങൾ ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കയിലാണ് വരുന്നത്. ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിഷിഗൺ, ലേക്ക് ഹുറോൺ, ലേക്ക് എറി, ലേക്ക് ഒണ്ടാരിയോ. ഓക്കെ, ഇനി അടുത്തൊരു ഫീച്ചറാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാനിയോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. കാനിയോൺസ് എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മൾ ജോഗ്രഫിയിൽ ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞ് സിലബസിൽ കിടപ്പുണ്ട്. ലാൻഡ് ഫോംസിൽ നമ്മളിങ്ങനെ പറയും, റിവറിൻ്റെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം, ഇറോഷണൽ ലാൻഡ് ഫോം, വിൻഡിൻ്റെ ഇറോഷണൽ, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം എന്നിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു പോകും. അപ്പോൾ ഇത് റിവറിൻ്റെ, കാനിയോൺസ് എന്നൊക്കെ പറയുന്നത് റിവറിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോം ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഗ്രാൻഡ് കാനിയോണിനെ കുറിച്ചാണ്. അതായത് റിവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി ഇതിൻ്റെ അരികുകളിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 വിടവുകൾ പോലെ ഇങ്ങനെ വരും. നിങ്ങൾക്കിവിടെ കാണാം, റിവർ നടുക്കോട് ഒഴുകുന്നുണ്ട്. ഇറോഡ് ചെയ്ത് ഫോമായി വരുന്ന പോർഷനാണിതെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ. കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. വേറെ ഏതെങ്കിലും നദിയെ മാറ്റിയിട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നാലും തെറ്റിക്കരുത്. കൊളറാഡോ നദി തന്നെയാണ്. കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്. അപ്പോൾ ഒന്നും കളയാനില്ല, എല്ലാം അതേപോലെ പഠിക്കുക. ഏകദേശം എത്രയാണ്? 446 കിലോമീറ്റർ നീളം, 29 മീറ്റർ വീതി, 1500 മീറ്ററിലധികം ആഴം. പിന്നീട് ഏത് നദിയുടെ പ്രവർത്തന ഫലമായി? കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. യുനെസ്കോയുടെ ലോക പൈതൃക ഇടം കൂടിയാണ് എന്നോർത്തിരിക്കുക. മിസോറിയും മിസിസിപ്പിയും എവിടെയായിരുന്നു? നോർത്ത് അമേരിക്കയിലായിരുന്നു. 5 വലിയ തടാകങ്ങൾ എവിടെയായിരുന്നു? ശുദ്ധജല തടാകങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ എവിടെയാണെന്ന് പഠിച്ചു? നോർത്ത് അമേരിക്കയിലാണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്കിവിടുത്തെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിൻ്റെ വടക്കു ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. നോർത്ത് നിന്നും സൗത്തിലോട്ട് വരുന്തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു. ജന്തുജാലങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പി ചെടിയുടെ കാര്യം പറയുന്നുണ്ട്, സഗ്വാരോ കള്ളിച്ചെടിയുടെ കാര്യം പറയുന്നുണ്ട്, മൂസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇനിയും ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന ജീവിത നിലവാരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ തുടങ്ങിയ സിറ്റികൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ നമുക്കിവിടെ കാണാനെ കൊണ്ട് പറ്റും. ഫലഭൂഷ്ടമായ മണ്ണ് കാണാനെ കൊണ്ട് പറ്റും. പിന്നെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ, ഇത് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 2ഓ 3ഓ തവണയാണ് പറയുന്നത്. SCERT പറഞ്ഞ സമയത്ത്, 5th പറഞ്ഞ സമയത്തും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇവിടുത്തെ തദ്ദേശീയരാണ് എന്ന് ഓർക്കുക. പിന്നീട് ഇനി നമ്മൾ സൗത്ത് അമേരിക്കയിലോട്ട് പോവുകയാണ്. ഓക്കെ, അതിൽ തുടങ്ങുന്നത് തന്നെ ആമസോണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ആമസോൺ ആണ്.
ആമസോൺ മഴക്കാടുകളാണ്, നമുക്ക് ആമസോൺ റിവറും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും അതുപോലെ തന്നെ ഏറ്റവും വലിയ നദിയായ ആമസോണും, തെറ്റിപ്പോകരുത്, ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഞാൻ പറയുന്നത് ലാർജസ്റ്റ് ആണ്, വാട്ടറിൻ്റെ വോളിയം ബൈ ഏരിയയിൽ വാട്ടറിൻ്റെ വോളിയമൊക്കെയുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ളത് ആമസോൺ ആണ്. മുമ്പേ നമ്മൾ നൈൽ പറഞ്ഞപ്പോൾ ലോങ്സ്റ്റ് എന്നുള്ള സെൻസിലാണ് പറഞ്ഞത്, അത് രണ്ടും തിരിഞ്ഞു പോകരുത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ്. അപ്പോൾ ആൻഡീസ് എവിടെയാണ്? സൗത്ത് അമേരിക്കയാണ്. റോക്കിയും അപ്പലാച്ചിനും എവിടെയാണ് നമ്മൾ കണ്ടത്? നോർത്ത് അമേരിക്കയിലാണ് കണ്ടത്. തെറ്റിപ്പോകാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ ഡെസേർട്ട്, അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതിയാണ്. അറ്റക്കാമ ഡെസേർട്ട് സൗത്ത് അമേരിക്കയിൽ ചിലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മാപ്പിൽ കാണാം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അറ്റക്കാമ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ ചിലിയിലാണ് വരുന്നത്. അപ്പം ഏത് സൈഡാണ്? വെസ്റ്റേൺ സൈഡാണ്. സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡാണ് ചിലിയിലാണ് അറ്റക്കാമ ഡെസേർട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ, തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ, അതായത് നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള പ്രദേശമായതിനാൽ അല്ലെങ്കിൽ പാസ് ചെയ്തു പോകുന്നത് കൊണ്ടൊക്കെ തന്നെ കൂടിയ ചൂട് കാണാം. അതുപോലെ തന്നെ സമൃദ്ധമായ മഴയുമുണ്ട്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനി നമ്മളിവിടുത്തെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആമസോൺ മഴക്കാടുകളിൽ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് ഇവിടെ പ്രസിദ്ധമാണ്. പിന്നെ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും അതുപോലെ തന്നെ ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ഓർത്തിരിക്കണേ, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത്. ഓക്കെ, സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, അതുപോലെ തന്നെ കാപ്പിബാര. ഇനി ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഉണ്ട്. കൃഷി, മത്സ്യബന്ധനം, അതുപോലെ തന്നെ വ്യവസായം എന്നിവ കാണാനൊക്കെ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കുക. പൊതുവെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ വെളുത്ത ഭൂഖണ്ഡം തേടി എന്ന് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് എത്തുകയാണ്. അന്റാർട്ടിക്കയിൽ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഈ ഒരു ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇനി അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് എന്ന് പറയുന്നത്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് മാപ്പിൽ നോക്കാം. ഇതാണ് ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും രണ്ടായിട്ട്, അന്റാർട്ടിക്കയെ വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിക്കുന്ന ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. പിന്നെ വിൻസൺ മാസിഫിൻ്റെ ആ ഒരു പിക്ക് ഞാൻ എടുക്കാനെ കൊണ്ട് മറന്നുപോയി. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതൊന്ന് ഓർത്തിരിക്കുക, ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം എന്തൊക്കെയാണ്? ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയുടെ കാര്യം പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി അഗ്നിപർവ്വതങ്ങളും കാണാനെ കൊണ്ട് പറ്റും എന്നുള്ളത്. പിന്നെ അടുത്ത ഒരു പോയിന്റും കൂടെ ഉണ്ട് ഇവിടെ. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, അതായത് സതേൺ ഓഷ്യനാണ്, സതേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കതിവിടെ കാണാനെ കൊണ്ട് പറ്റും. സതേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് പൂർണ്ണമായിട്ടും അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അതാണ് മൈത്രിയും ഭാരതിയും. ഓക്കെ, ഇപ്പോൾ അതിന് ഈ മൈത്രിയെ റീപ്ലേസ് ചെയ്ത് മൈത്രി 2 എന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശീതമരുഭൂമിയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പിന്നീട് സസ്യജന്തുജാലങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. അതായത് പായൽവർഗ സസ്യങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ പെൻഗ്വിനുകൾ, സീലുകൾ തുടങ്ങിയവയുടെയൊക്കെ ആവാസ കേന്ദ്രങ്ങൾ ആണ്. ഓക്കെ, മനുഷ്യവാസം തീരെയില്ലാത്ത ഭൂഖണ്ഡമാണ് ഏത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ഗവേഷകരും സാഹസിക യാത്രികരുമാണ് എത്തുന്നത്. ഇനി യൂറോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപ്പാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി
എന്ന് അറിയപ്പെടുന്നു. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോഡുകൾ അഥവാ ഫിജോയിഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. ഫിജോഡ്സ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും നോർവേയിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഫിജോഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള ചരിവുകൾക്കിടയിലുള്ളതുമായ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ അല്ലെങ്കിൽ ഫിജോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോമാണ്. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിൻ്റെ ഇറോഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഫിജോഡ്സ് എന്ന് പറയുന്നത്. കാനിയോൺ എന്തായിരുന്നു? റിവറിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോമാണ്. അതുപോലെ തന്നെ ഫിജോഡ്സ് എന്ന് പറയുന്നത് ഗ്ലേഷ്യറിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോമാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മലനിരയിൽ നിന്ന് മഞ്ഞുപാളികൾ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ കാലങ്ങളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഇറോഷൻ സംഭവിക്കും. അങ്ങനെ ഇറോഷൻ സംഭവിച്ച് താഴേക്ക് വരുമ്പോൾ യു ഷേപ്ഡ് വാലി ഫോം ചെയ്യും. പിന്നീട് സീസൺ മാറുന്നതനുസരിച്ച് ചൂട് വരുമ്പോൾ ഈ ഐസ് എല്ലാം കൂടെ ഉരുകി മെൽറ്റായിട്ട് അവിടെ അത് വെള്ളമാകും. ആ വെള്ളത്തിലേക്ക് കടലിൽ നിന്നുള്ള വെള്ളം കൂടെ വന്നു ചേരുകയും ഇതങ്ങനെ ചെറിയൊരു കടൽ തീരം പോലെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് ഇതിങ്ങനെ മാറും. അപ്പോൾ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് പോലെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിജോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ റിവർ ഒന്നും മറക്കരുത്. ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായ റിവറുകൾ. ഇതിൽ ഈ ഡാന്യൂബ് റിവർ ഉണ്ടല്ലോ, ഡാന്യൂബ് റിവർ എന്ന് പറയുന്നത്, അത് ഏകദേശം 10 രാജ്യങ്ങളിലൂടെ പാസ് ചെയ്യുന്ന റിവറാണ് ഈ ഡാന്യൂബ് റിവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നത്, ഈ ഡാന്യൂബ് റിവർ ഒഴുകാൻ തുടങ്ങുന്നത് വെസ്റ്റേൺ ജർമ്മനിയിൽ നിന്നാണ്. ഇത് എൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് സീയിലാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഡാന്യൂബ് റിവർ പോകുന്നത്. ഈ മെർനോയിറ എന്ന് പറയുന്ന ബ്ലാക്ക് സീ ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റൈൻ റിവറാണ്. റൈൻ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണെന്ന് കൂടി ഓർത്തിരിക്കുക. വോൾഗ ആണെന്നുണ്ടെങ്കിൽ റഷ്യ എന്നാണ് എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. അത്രയും ഡീപ്പിൽ പോകണ്ട, അറിഞ്ഞിരിക്കുക. വോൾഗ എന്നൊക്കെ പറയുമ്പോൾ റഷ്യ, അങ്ങനെയൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഫിജോഡ്സിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കാലാവസ്ഥ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കോർക്ക്, ഓക്ക് മരങ്ങൾ, ആൽപൈൻ, സ്റ്റെപ്പി പുൽമേട്, ലിൻസ് എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ എന്നിവയൊക്കെ. അതിൽ നമുക്ക് കുറേ ഫാക്ട്സ് ആയിട്ടൊന്നും ഓർക്കണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് സഞ്ചിമൃഗങ്ങളുടെ നാട്ടിലേക്ക് അഥവാ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ്. കാങ്കരൂവിൻ്റെ പടമൊക്കെ നമുക്കിവിടെ കാണാനെ കൊണ്ട് പറ്റും. പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ശേഷം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് എന്ന് പറയുന്നത്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിലൊന്നാണ്. ലേക്ക് വിക്ടോറിയ എവിടെയാണ്? ലേക്ക് വിക്ടോറിയ ആഫ്രിക്ക. ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ടാണ് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് മറന്നു പോകരുത്. ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറൈ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. അപ്പോൾ മുറൈ ഡാർലിംഗ് നദീതടം എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്താണ്. നമുക്കിതൊക്കെ ഒന്ന് മാപ്പിലും കൂടി കാണാം. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണാം ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ഉണ്ടെന്ന്. ഇവിടെ നമ്മുടെ ഗ്രേറ്റ് ബാരിയർ റീഫ്, ഇവിടെ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് എന്നിവയൊക്കെ നമുക്കത് ഇവിടെ കാണാനെ കൊണ്ട് പറ്റും. അപ്പം ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോആല. ഈ എക്കിഡ്നയൊക്കെ ഇടയ്ക്ക് ന്യൂസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ യൂക്കാലിപ്സ്, അക്കേഷ്യ എന്നിവയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ജനജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബൻ തുടങ്ങിയ നഗരങ്ങളെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതിനിടയിൽ ഞാൻ നിങ്ങളെ മാപ്പിൽ സൗത്ത് അമേരിക്കയിലാണ് ആൻഡീസ് മൗണ്ടെയിൻ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മാപ്പ് കാണിക്കാൻ മറന്നുപോയായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ സൈഡിൽ. ഓക്കെ.
അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അങ്ങനെ നമ്മൾ 6th പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആണ് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് മാപ്പും ഫാക്ട്സും അഡീഷണൽ പോയിൻറ്സും കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം കാണുമ്പോൾ അതൊക്കെ ചേർത്ത് പറയുന്നത് കൊണ്ടാണ് ഇത്രയും ലെങ്തി ആവുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് ബൈ.